നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഫിംഗർ പ്രിൻറ്റും ബയോമെട്രിക്സും അടക്കമുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഒരു കമ്പ്യൂട്ടർ ഹാക്കറിൻ്റെ കയ്യിൽ പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ ഒരവസ്ഥ ഈ അടുത്ത കാലത്തായിട്ട് വരാനിരിക്കുകയാണ്. കാരണം ഇൻ്റർനെറ്റ് ഡാറ്റ എൻക്രിപ്ഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ലോകം നേരിടാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഗൂഗിൾ പേ പോലുള്ള UPI പേയ്മെൻറ്റ് നടത്തുമ്പോഴും ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഓൺലൈൻ വഴി ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നിലവിൽ ആ ഡാറ്റ ആരുടെ കയ്യിൽ കിട്ടിയാലും അയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അതെല്ലാം എൻക്രിപ്റ്റഡ് ആണ്. അതായത് വളരെ സുരക്ഷിതമായ എൻക്രിപ്ഷൻ രീതികളാണ് പല സൈറ്റുകളും ഇന്ന് ഉപയോഗിക്കുന്നത്. അതൊന്നും വായിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. ആ ഒരു ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ, അതായത് അതിലെ ഡാറ്റ റീഡ് ചെയ്യാൻ നിലവിലുള്ള ബെസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് പേഴ്സണൽ ഡാറ്റ ഇന്ന് ഒരു പരിധി വരെ സേഫ് ആണെന്ന് നമുക്ക് പറയാം. ഡെയിലി ലൈഫിലെ ഓരോ വർക്കും സിംപ്ലിഫൈ ആക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളുടെ കാലം. AI കഴിവുകൾ പൂർണ്ണമായും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു മുന്നേ മറ്റൊരു മഹാവിപ്ലവം വരുന്നുണ്ട്. കൃത്യമായ മുന്നൊരുക്കമൊന്നുമില്ലാതെ പുറത്തുവിട്ടാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കമ്പ്യൂട്ടറുകൾ വരെ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ഈ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡാറ്റ അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഈ ഒരവസരം മുന്നിൽ കണ്ടുകൊണ്ട് പലരും ഇന്ന് ഇൻ്റർനെറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സീക്രട്ട് ഡാറ്റ ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഹാക്കർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ വരെ ആകാം. ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഡാറ്റ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. എന്നാൽ ഫ്യൂച്ചറിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഡീക്രിപ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാമെന്ന് നല്ലപോലെ അറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു നോർമൽ കമ്പ്യൂട്ടർ ലക്ഷക്കണക്കിന് വർഷം ഇരുന്നാൽ മാത്രം ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് എങ്ങനെ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ടൊക്കെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും? അതറിയണമെങ്കിൽ ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്താണെന്നും അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് സാധാരണ കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണെന്നായിരിക്കും നമ്മളൊക്കെ വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. രണ്ടും പ്രവർത്തിക്കുന്നത് ഡിഫറൻറ്റ് രീതിയിലാണ്. സാധാരണ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബൈനറി സിസ്റ്റം ഉപയോഗിച്ചാണ്. അതായത് 0, 1 എന്നീ 2 ഡിജിറ്റുകൾ മാത്രമേ അതിനറിയൂ. ആ 0യും 1ഉം ഉപയോഗിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കുന്നതും നമ്പേഴ്സ്, ആൽഫബറ്റ്, കളേഴ്സ്, വോയിസ് ഒക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് തരുന്നതും. ബൈനറി സിസ്റ്റത്തിൽ ഒരു ഡിജിറ്റിനെ ഒരു ബിറ്റ് എന്നാണ് വിളിക്കുക. ഒരു ബിറ്റ് ഒന്നുകിൽ 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. ഈ 2 ഓപ്ഷനേ അവിടെ ഉള്ളൂ. 2 ബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ 4 രീതിയിൽ വെക്കാനായിട്ട് പറ്റും. അതായത് 0, 0, 0, 1, 1, 0, 1, 1, 0, 1, 2, 3. അതായത് 0 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 8 ബിറ്റ് ഉണ്ടെങ്കിൽ 256 കോമ്പിനേഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ 16 ബിറ്റ് ഉണ്ടെങ്കിൽ 65,536 കോമ്പിനേഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ബിറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ഡാറ്റാസ് എല്ലാം കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ബിറ്റിനെ ക്ലാസിക്കൽ ബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് 0 അല്ലെങ്കിൽ 1 എന്നീ വാല്യൂ മാത്രമേ ഇവിടെ പറ്റൂ. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ക്വാണ്ടം ബിറ്റ്സ് അല്ലെങ്കിൽ ക്യൂബിറ്റ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് 0യും 1ഉം കൂടാതെ 0യും 1ഉം ചേർന്നിട്ടുള്ള സൂപ്പർ പൊസിഷൻ എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു 0യും 1ഉം ചേർന്നിട്ടുള്ള സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയാണ്. ക്ലാസിക്കൽ ബിറ്റിൻ്റെ കാര്യത്തിൽ 0, 0, 0, 1, 1, 0, 1, 1 ഏതെങ്കിലും 1, 2 ക്ലാസിക്കൽ ബിറ്റിന് ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയൂ. എന്നാൽ ക്യൂബിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് 2 ക്യൂബിറ്റ്സ് ഉപയോഗിച്ച് ഈ 4 അവസ്ഥൻ്റെയും സൂപ്പർ പൊസിഷനും ഉണ്ടാക്കാൻ കഴിയും. അതായത് 2 ബിറ്റ് ഉപയോഗിച്ച് ഈ 4 അവസ്ഥയും ഒരേ സമയം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ബിറ്റിനെ അപേക്ഷിച്ച് ക്യൂബിറ്റ്സിന് കൂടുതൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെ തന്നെ ക്യൂബിറ്റ്സിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും.
പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റുമെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ആൻസറും നമുക്ക് കിട്ടും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഉത്തരം തിരഞ്ഞെടുക്കുക വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ക്വാണ്ടം മെക്കാനിസത്തിലെ ഇൻ്റർഫറൻസ് ഉപയോഗിച്ചാണ് സൂപ്പർ പൊസിഷനിൽ ഉള്ള ഒരു ഉത്തരം നമുക്ക് സോർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇത് എല്ലാ കാൽക്കുലേഷൻസിലും വർക്ക് ആവണമെന്നില്ല. ചില പ്രത്യേക തരം കാൽക്കുലേഷൻസിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സാധാ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്ന എല്ലാ ജോലികളും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ ഇരട്ടി വേഗത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വളരെ സ്പീഡിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു കീ ഉണ്ടാകും. അത് നമ്മൾ അയക്കുന്ന ആൾക്കും അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ആ ഒരു മെസ്സേജ് കാണാനായിട്ട് പറ്റൂ. ഈ ഒരു കീ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് ഡീക്രിപ്റ്റ് ചെയ്ത് ആ ഒരു മെസ്സേജ് റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ കീ എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന ആൾക്ക്, നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അയാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കീ പറഞ്ഞു കൊടുക്കുക? ഇവിടെ ഓരോരുത്തർക്കും ഒരു പബ്ലിക് കീയും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കീയും ഉണ്ടാവും. പബ്ലിക് കീ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുവാണെങ്കിൽ അവൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചായിരിക്കും ഞാനൊരു മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. തിരിച്ചവൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിലും എൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചായിരിക്കും അവനത് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്വന്തം പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതായത് ഇവിടെ മെസ്സേജ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേറെ വേറെ ഡിഫറെൻറ്റ് കീസാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് കീ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രൈം നമ്പേഴ്സാണ് ഓരോരുത്തരുടെയും പ്രൈവറ്റ് കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പബ്ലിക് കീ വെച്ച് ലോക്ക് ചെയ്ത മെസ്സേജ് പ്രൈവറ്റ് കീ വെച്ച് ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു പബ്ലിക് കീൻ്റെ പ്രൈം ഫാക്ടർ ഏതാണെന്ന് ഒരു ഹാക്കർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രൈവറ്റ് കീ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ആരുടെയും മെസ്സേജ് റീഡ് ചെയ്യാനായിട്ട് പറ്റുമോ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 100ൽ കൂടുതൽ ഡിജിറ്റുകളുള്ള 2 പ്രൈം നമ്പേഴ്സ് തമ്മിൽ കൂട്ടിച്ചേർത്താണ് പബ്ലിക് കീ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 200ൽ കൂടുതൽ അക്കങ്ങളുള്ള വലിയൊരു നമ്പർ ആയിരിക്കും പബ്ലിക് കീ. അത്രയും വലിയൊരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഇന്നത്തെ നോർമൽ കമ്പ്യൂട്ടർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള ഏത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു പബ്ലിക് കീയിൽ നിന്ന് പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എൻക്രിപ്ഷന് ഇത്രയും സേഫ് ആകാനായിട്ടുള്ള കാരണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില പ്രത്യേക കാൽക്കുലേഷൻസ് വളരെ സ്പീഡിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാനായിട്ട് പറ്റും. അത്തരം ഒരു കാൽക്കുലേഷനാണ് പബ്ലിക് കീയിൽ നിന്ന് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ പബ്ലിക് കീയിൽ നിന്ന് പ്രൈവറ്റ് കീ കണ്ടുപിടിച്ച് ഈസി ആയിട്ട് മെസ്സേജസും അതുപോലെ തന്നെ സീക്രട്ട് ഡാറ്റയൊക്കെ ഹാക്കേഴ്സിന് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, IBM പോലുള്ള വലിയ വലിയ ടെക് കമ്പനീസ് ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് വെച്ച് ദിവസങ്ങളോളം അതുപോലെ തന്നെ ആഴ്ചകളും വർഷങ്ങളോളം വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾ അതുപോലെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കൊണ്ട് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പുതിയ എൻക്രിപ്ഷൻ മെത്തേഡുകളും കണ്ടുപിടിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റകളും അതുപോലെ തന്നെ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻ്റർനെറ്റിനകത്തുള്ള ഡീറ്റെയിൽസും ഹാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകളാണോ അതോ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കൊണ്ട് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ക്രിപ്റ്റോഗ്രഫി പോലുള്ള എൻക്രിപ്ഷൻ മെത്തേഡുകളാണോ ആദ്യം വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.